എന്റെ പൊന്നുമില്ല എനിക്ക് കഴിയല. എടാ നീ പറയടാ. എങ്ങനെയാണ് പറയുന്നില്ല, ഇച്ചിരി കഴിഞ്ഞിട്ട് പറയാം, ദൈവം പറയും. പോലെ പോലെ പഴയ പടം പോലെയല്ല, പുതിയ പടം. ഇതിനകത്ത് 3 റോളിനെ കണ്ടാണല്ലോ വരുന്നത്. അത് നമ്മുടെ പ്രതീക്ഷ മാത്രം. മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച് വിജയുടെ വ്യത്യസ്തമായിട്ടുള്ള സിനിമ ആയിരിക്കും. ഗോകുലം ഗോപാലനാണ് ഇപ്പം ഇതെടുത്തിരിക്കുന്നത്. ആ പടം വിജയിക്കും എന്നുള്ളത് പ്രതീക്ഷമാനുള്ളൂ. പഴയ സിനിമകളെ അപേക്ഷിച്ച് പഴയ സിനിമ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പുള്ളിയുടെ മാർക്കറ്റിൽ ഇതുവരെ ഒരു വെട്ടല് വന്നിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും. കാരണം വെങ്കട് പ്രഭു അങ്ങനെയുള്ള പടങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ വിജയുടെ ആ ഒരു ഇതുവരെ വന്നിട്ടുള്ള സാധനം പൊളിച്ച് 3 റോളിലാണ്. അതെ അതെ തീർച്ചയായും. 3 ഏജ് ആണ് കാണിക്കുന്നത്. കുഴപ്പമില്ല, നമ്മൾ ചെയ്തിട്ടുണ്ട്. പടം കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. എനിക്കൊന്ന് വിജയ് ചെയ്യാത്ത ഒരു ക്യാരക്ടർ ഇതിനകത്ത് വരുന്നുണ്ട്. 3 ക്യാരക്ടറിൽ ഉണ്ടല്ലോ. 3 ക്യാരക്ടറിൽ സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്നതെല്ലാം നല്ല തന്നെയാണ്. നമ്മുടെ വെങ്കടപ്പൂവിനോടാണ് പ്രഭുദേവയും കാര്യങ്ങളെല്ലാവരും ഉണ്ട്. ജയറാം ഉണ്ട് മലയാളത്തിൽ നിന്ന് നമുക്ക്. അപ്പൊ ജയറാം വന്നിച്ചപ്പോ തുപ്പാക്കി ഒരു ബ്ലോക്ക് ബസ്റ്റർ കിട്ടിയായിരുന്നു. പടമായിരിക്കും. നല്ല പടമാണ്, കിടിലം പടമാണ്. നല്ല പ്രതീക്ഷയുണ്ട്, ഹിറ്റാവും നല്ല പ്രതീക്ഷ. വെങ്കടപ്രഭുവിനും തളവതിയിലും പിന്നെ ഇപ്പം ഓപ്പണിംഗ് ഡേ കളക്ഷൻ തന്നെ വിജയുടെ പടം തന്നെയാണെന്ന് തോന്നുന്നു. 12 കോടിയിൽ അതിനെ ബ്രേക്ക് ഡബിൾ ഡിജിറ്റ് വരുമോന്ന് അറിയില്ല, എങ്കിലും ഒരു നല്ലൊരു FD വീഴും. ഡബിൾ ഡിജിറ്റ് വരാൻ സാധ്യതയില്ല. അത്രയും വലിയ ഹൈപ്പ് ഇല്ലല്ലോ പടത്തിൽ. ലിയോ പോലും വലിയ ഹൈപ്പ് പടമല്ലല്ലോ. അതെ, പക്ഷെ അത്രയും വലിയൊരു ഹൈപ്പോ അത്രയും വലിയ ഇത് വരുന്നില്ലല്ലോ. വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നില്ലല്ലോ. ലോ ഹൈപ്പിൽ വരുന്ന പടമാണ്. നല്ല ഇതിന് ലിയോ പോലൊരു വലിയ ഹൈപ്പിൽ വരുമ്പോൾ അത്രയും ഫാൻ ഷോസും അത്രയും ഷോസും ചാർട്ട് ചെയ്യുന്നുണ്ട്. അത്രയും ഒരു ഇത് വരുന്നിട്ടില്ല. എങ്കിലും കൂടാൻ ചാൻസ് ഉണ്ട്. നല്ല